ക്രൈസ്തവർ ആഗോളതലത്തിലെന്ന പോലെ രാജ്യത്തിനും ഭീഷണിയാണെന്നും ജാഗ്രത പാലിക്കണമെന്നും ധ്വനിപ്പിക്കുന്ന വിഷലിപ്ത ലേഖനം സംഘപരിവാറിന്റെ പോഷക സംഘടനകളിലൊന്നിന്റെ നേതാവ് RSS പ്രസിദ്ധീകരണത്തിൽ എഴുതിയതിൽ അതിശയോക്തിയില്ല. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് മാറി നിന്ന് ബ്രിട്ടീഷുകാരുടെ ഭിന്നിപ്പിക്കൽ യന്ത്രത്തിന് എണ്ണയിട്ട് കൊടുത്ത വർഗീയ പ്രസ്ഥാനം ദേശസ്നേഹികൾ സാമ്രാജ്യത്വത്തെ ആട്ടിപ്പായിച്ചതിനു ശേഷവും അതേ പണി തുടരുകയാണ്. അടുത്തിടെ BJP സംസ്ഥാനങ്ങൾ മൂർച്ച കൂട്ടിയ മതപരിവർത്തന നിരോധന നിയമങ്ങൾ ഭരണഘടനാ വിരുദ്ധവും കോടതിയിൽ ചോദ്യം ചെയ്യേണ്ടതുമാണെന്ന പ്രതികരണങ്ങളാകാം പ്രകോപനം. ആഗോള മതപരിവർത്തനത്തിന്റെ നാൾവഴികൾ എന്ന ലേഖനം ഇഴഞ്ഞ അവസാന വരികളിലെത്തിയപ്പോഴാണ് വിഷദംശനം. വേണ്ടി വന്നാൽ ഭരണഘടന ഭേദഗതി ചെയ്യണം. അതാണ് കാര്യം. ക്രൈസ്തവരെ ചാരി ഭരണഘടനയെ വെട്ടാനുള്ള കുതന്ത്രം. കേരളത്തിൽ ക്രൈസ്തവരുടെ തോളിലേക്ക് കൈനീട്ടി നിൽക്കുന്ന BJPയുടെ മറുകൈ എവിടെയാണെന്ന് മനസ്സിലാകാത്തവർക്കും മനസ്സിലായില്ലെന്ന് നടിക്കുന്ന ഇടനിലക്കാർക്കും മതരാഷ്ട്ര മനുസ്മൃതി സ്വപ്നങ്ങൾ തുടരാം. മറ്റുള്ളവർ സ്വാതന്ത്ര്യ സമര ദേശസ്നേഹ പൈതൃകത്തിൽ ഉരുത്തിരിഞ്ഞ ഇന്ത്യൻ ഭരണഘടനയെ കൈവിടില്ല. ഗർഭാപ്പസിക്കാരുടെ മതപരിവർത്തന നിരോധന ബില്ലുകളുടെ ഭരണഘടനാ വിരുദ്ധത ചോദ്യം ചെയ്യപ്പെടണം. ഭരണഘടനയെ നോക്കുകുത്തിയാക്കി BJP സംസ്ഥാനങ്ങൾ ചുട്ടെടുത്തുകൊണ്ടിരിക്കുന്ന നിർബന്ധിത മതപരിവർത്തന നിരോധന ബില്ലുകളെ ന്യായീകരിക്കുന്ന വ്യാജ വിവരങ്ങളും നുണകളുമാണ് ലേഖനത്തിലുടനീളം. ക്രൈസ്തവർ രഹസ്യമായി തുടർന്നു വന്നിരുന്ന മതപരിവർത്തനം മറനീക്കി പുറത്തു വന്നത് ഛത്തീസ്ഗഡ് റെയിൽവേ പോലീസ് ജൂലൈ 25-ന് 2 കന്യാസ്ത്രീകളെ മതപരിവർത്തനം മനുഷ്യക്കടത്ത് കുറ്റങ്ങൾക്ക് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയതിലൂടെയാണ്. കന്യാസ്ത്രീകളായതുകൊണ്ട് അവരെ നിരുപാധികം വിട്ടയക്കണമെന്നായിരുന്നു സഭാ നേതാക്കളുടെയും ഇടത് വലത് രാഷ്ട്രീയ നേതാക്കളുടെയും ആവശ്യം. കന്യാസ്ത്രീകളുടെ ഒപ്പമുണ്ടായിരുന്നവർ ക്രൈസ്തവരായിരുന്നതിനാൽ മതപരിവർത്തനമായിരുന്നില്ല ലക്ഷ്യമെന്നും മതഭ്രാന്ത പിടിച്ച ഒരു സ്ത്രീയുടെ നേതൃത്വത്തിൽ ബജ്രംഗ് ദൾ എന്ന ഹിന്ദുത്വ സംഘടന പാകിസ്ഥാൻ ശൈലിയിൽ നടത്തിയ ആൾക്കൂട്ട വിചാരണയാണ് യഥാർത്ഥ പ്രശ്നമെന്നും ലേഖകൻ അറിഞ്ഞിട്ടേയില്ല. 125-ലധികം രൂപതകളിലായി പുരോഹിതന്മാരും കന്യാസ്ത്രീകളും വിദേശ പാതിരിമാരും പ്രചാരണവും പരിവർത്തനവും ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നു. 28,000-ലധികം പള്ളികൾ, 11,000 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, 1000-ലേറെ കോളേജുകൾ, 10,000-ലധികം ഹോസ്റ്റലുകൾ എന്നിവ പ്രവർത്തിക്കുന്നു. ലേഖകൻ വിശദീകരിക്കുന്നുണ്ട്. ഈ കണക്കുകളുടെ യാഥാർത്ഥ്യം എന്തുമാകട്ടെ, ക്രൈസ്തവർ നടത്തുന്ന ആശുപത്രികളിൽ ചികിത്സ തേടിയ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ച, അവിടെ തന്നെ മക്കൾ പഠിക്കണമെന്ന് ശാഠ്യം പിടിക്കുന്ന BJP നേതാക്കളോടെങ്കിലും മതം മാറിയോ എന്ന് അന്വേഷിക്കാമായിരുന്നു. ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിൽ ഹിന്ദുമത പ്രചാരണം നടത്തുന്നതും ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നതുമൊക്കെ വിശകലനം ചെയ്യാമായിരുന്നു. വിദേശ ഫണ്ടിനെ കുറിച്ചോർത്ത് വിഷമിക്കുന്ന ലേഖകൻ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിദേശ ഫണ്ട് എത്തുന്ന ഹൈന്ദവ കേന്ദ്രങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നില്ല. ലേഖകന്റെ നുണ മുഴുവൻ ഇവിടെ പകർത്താനാകുന്നില്ലെങ്കിലും ചിലത് കൂടി സൂചിപ്പിക്കാതെ വയ്യ. ഓരോ പ്രദേശത്തും പ്രാദേശിക ഭാഷകളെ ഇല്ലാതാക്കി അവിടേക്ക് ഇംഗ്ലീഷ് ഭാഷ കൊണ്ടുവരിക എന്നത് അവരുടെ, അതായത് മിഷണറിമാരുടെ പരിപാടിയായിരുന്നു. അടുത്ത വാക്യത്തിൽ നേരെ വിപരീതമാണ് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. മതപരിവർത്തനം ത്വരിതപ്പെടുത്താനായി അതത് പ്രാദേശിക ഭാഷകളിൽ നിഘണ്ടുകൾ പ്രസിദ്ധീകരിച്ചു. അങ്ങനെയാണ് മലയാളത്തിൽ ഗുണ്ടറ്റിന്റെയും, കന്നഡയിൽ ഫാദർ കിറ്റലിന്റെയും, കൊങ്കണിയിൽ ഫാദർ സ്റ്റീഫൻസൺസിന്റെയും, സംസ്കൃതത്തിൽ ഫാദർ മോനിയർ വില്യംസിന്റെയും മറ്റു നിഘണ്ടുകൾ വന്നത്. ഈ ചരിത്ര അപനിർമ്മിതി സംഘപ്രസിദ്ധീകരണങ്ങളിലല്ലാതെ സാധ്യമാകുമോ? പിന്നെ ഉറക്കച്ചടവിൽ എന്ന പോലെ ചില ആരോപണങ്ങളുമുണ്ട്. നരേന്ദ്രമോദിജിയുടെ ഭരണത്തിന്റെ തുടർച്ച സംഭവിക്കാതിരിക്കാൻ ആഗോള മതനേതൃത്വം അവിശുദ്ധ സഖ്യത്തിന് നേതൃത്വം കൊടുത്തു. ഭാരതത്തെ ശിഥിലീകരിക്കാനുള്ള ശ്രമങ്ങൾക്ക് സംഘപരിവാറും കേന്ദ്ര നേതൃത്വവും തടസ്സമാണെന്ന് അറിയാവുന്നതുകൊണ്ട് അന്താരാഷ്ട്ര ഗൂഢാലോചനയാണ് നടന്നത്. ബുദ്ധിജീവികളും മാധ്യമപ്രവർത്തകരും ഇവർക്കായി വിടുപണി ചെയ്യുന്നു. ഇതാണ് വർത്തമാനകാല യാഥാർത്ഥ്യം. തുടർഭരണം ഉറപ്പാക്കാൻ വോട്ട് മോഷണം നടത്തിയെന്ന ആരോപണത്തിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓടി ഒളിക്കവെയാണ് അന്താരാഷ്ട്ര ഗൂഢാലോചന. ലേഖകന്റെ വർഗീയ ധ്രുവീകരണ ശ്രമവും കാണാതിരിക്കരുത്. നിയമവിരുദ്ധ പ്രവൃത്തികളിൽ നിയമ നടപടി ഉണ്ടായാൽ ന്യൂനപക്ഷ പീഡനമാണ്, നിയമനിഷേധമാണ് എന്നൊക്കെ പ്രസ്താവിച്ച് തെരുവിലിറങ്ങി ഭൂരിപക്ഷ സമൂഹത്തെ വെല്ലുവിളിക്കുകയാണ്. ഹിന്ദുത്വം നേരിടുന്ന വെല്ലുവിളികളെല്ലാം ഭൂരിപക്ഷ സമൂഹത്തിൻ്റേതു കൂടിയാണെന്ന് സ്ഥാപിക്കാനുള്ള ദയനീയ ശ്രമം. അബദ്ധജടിലവും വിദ്വേഷ കലുഷിതവുമായ ഈ പ്രചാരണങ്ങളുടെ മുൻപിൽ നിശബ്ദത പാലിക്കണമോ എന്ന് ക്രൈസ്തവ നേതൃത്വം ആത്മപരിശോധന നടത്തേണ്ട സമയമായി. കേരളത്തിൽ മാത്രം ക്രൈസ്തവരെ തുല്യ പൗരന്മാരെ കാണുന്ന BJP ഇതിനൊക്കെ മറുപടി പറയുകയോ പറയാതിരിക്കുകയോ ചെയ്യട്ടെ. വിജയിച്ചാലും ഇല്ലെങ്കിലും ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിട്ട് BJP സംസ്ഥാനങ്ങൾ പാസാക്കുന്ന മതപരിവർത്തന നിരോധന നിയമങ്ങളുടെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട്. രാജസ്ഥാനിൽ ദിവസങ്ങൾക്ക് മുൻപ് പാസാക്കിയ ബില്ലിൽ ജീവപര്യന്തം തടവ്, 1 കോടി രൂപ വരെ പിഴ, സ്വത്ത് കണ്ടുകെട്ടൽ എന്നിവയൊക്കെയുണ്ട്. അതേസമയം ഹിന്ദു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യിക്കുന്നവർക്ക് ശിക്ഷയില്ല. തീർന്നില്ല. ഈ നിയമത്തിനോ അതുപ്രകാരം സ്ഥാപിച്ച ഏതെങ്കിലും ചട്ടത്തിനോ ഉത്തരവിനോ അനുസൃതമായി സദുദ്ദേശത്തോടെ സ്വീകരിച്ച നടപടികളുടെ പേരിൽ ഏതെങ്കിലും അധികാരിക്കോ ഉദ്യോഗസ്ഥനോ പരാതിക്കാരനോ എതിരെ ഒരു നിയമ നടപടിയുമില്ല. ഉത്തരാഖണ്ഡിൽ സ്വന്തം മതത്തെ മഹത്വവൽക്കരിക്കുന്നത് പോലും പ്രലോഭനങ്ങളായി കണക്കാക്കും. ഇമെയിലിലോ സമൂഹ മാധ്യമങ്ങളിലോ വഴിയുള്ള സന്ദേശങ്ങൾ പോലും കുടുക്കാകുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ഇന്ത്യൻ ഭരണഘടനയോടുള്ള ഈ വെല്ലുവിളി കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ സർക്കാരിതര ഭൂവുടമസ്ഥർ കത്തോലിക്ക സഭയാണെന്ന് RSS എഴുതിയത് 6 മാസം മുൻപായിരുന്നു. 100-ാം പിറന്നാളിലും RSSന് അതിന്റെ വിചാരധാരകളെ ഒളിപ്പിക്കാനാവില്ല.
പക്ഷേ ബ്രിട്ടീഷുകാരെയും ഹിന്ദുത്തെയും ഒരുപോലെ എതിർത്ത് സ്വാതന്ത്ര്യം നേടിത്തന്ന ദേശീയ നേതാക്കളുടെ പിന്മുറക്കാർക്ക് ഭിന്നിപ്പിക്കൽ തന്ത്രങ്ങൾക്ക് മുന്നിൽ അടിയറവ് പറയാനാകില്ല. രാജ്യത്തെ മതരാഷ്ട്രമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രം സംപൂജ്യവും മറ്റുള്ളവർക്ക് ജാത്യാധിഷ്ഠിത നീച നിയമങ്ങളുടെയും സ്ത്രീ വിരുദ്ധതയുടെയും ഒക്കെ കറുത്ത പുസ്തകവുമായ മനുസ്മൃതിയല്ല, അത് കത്തിച്ചവരുടെ മുൻകൈ കൊണ്ട് രൂപം കൊണ്ട ഇന്ത്യൻ ഭരണഘടനയാണ് ജീവശ്വാസം. മതപരിവർത്തന നിരോധന നിയമങ്ങൾ ചോദ്യം ചെയ്യപ്പെടണം.